ഒരു 40 വയസ്സുകാരൻ കാറ്റുപോലും കടക്കാതെ ഗോൾ വല കാത്തതോടെയാണ് യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിന് അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നിന്ന് തല കുനിച്ച് മടങ്ങേണ്ടി വന്നത്. വോസീഞ്ഞ എന്ന പ്രായം തളർത്താത്ത പോരാളി. കളത്തിനകത്തും പുറത്തുമായി കൗതുകകരമായ പലതും വോസീഞ്ഞയെ കുറിച്ച് പറയാനുണ്ട്. മുഹമ്മദ് റസീസ് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. ജോസിമർ ജോസെ എവോറോ ഡയസ്. ഇന്നലെ ഇന്ത്യൻ സമയം രാത്രി 9:30 വരെ ഈ 40-കാരനെ ഒരു ഇട്ടാവട്ടത്തിനപ്പുറം അധികമാർക്കും അറിയില്ലായിരുന്നു. സ്ക്രീനിൽ ആദ്യം അയാളുടെ മുഖം തെളിഞ്ഞപ്പോൾ 99% പേരും കരുതിയത് സ്പാനിഷ് സംഘത്തിന് ഇടയ്ക്കിടയ്ക്ക് കൊട്ടാനുള്ള ചെണ്ടയായി അയാൾ മാറുമെന്നായിരിക്കാം. പക്ഷേ അങ്ങനെ മുൻവിധി നടത്തി സ്ക്രീനിന് മുന്നിൽ കളി കാണാനിരുന്നവർക്ക് അയാളുടെ കുട്ടിക്കാലത്തെ പറ്റി അറിയില്ലായിരുന്നു. അതറിയുമായിരുന്നുവെങ്കിൽ അയാളെ അവർ അവിശ്വസിക്കില്ലായിരുന്നു. വോസീഞ്ഞ എന്നാൽ പോർച്ചുഗീസുകാർ സ്നേഹത്തോടെ അമ്മുമ്മമാരെ വിളിക്കുന്ന പേരാണ്. ജോസിമർ ജനിക്കുമ്പോൾ അച്ഛൻ പട്ടാളത്തിലായിരുന്നു. അമ്മയും ജോലിക്കായി നാടുവിട്ടുപോയി. കുഞ്ഞു ജോസിമർ വളർന്നതാകട്ടെ അമ്മൂമ്മയ്ക്കൊപ്പവും. അന്ന് മുതിർന്നവർക്കൊപ്പം പന്ത് കളിക്കാൻ പോകുമായിരുന്നു. അവർ എപ്പോഴും ജോസിമറെ ഫൗള് ചെയ്യും. പന്ത് കൊണ്ട് ശക്തമായി ശരീരത്തിലടിക്കും. ശരീരം നോവുമ്പോൾ ജോസിമർ കരഞ്ഞുകൊണ്ട് അമ്മുമ്മയുടെ അടുത്ത് പോയി പരാതി പറയും. അങ്ങനെയാണ് ജോസിമറിന് വോസീഞ്ഞ എന്ന പേര് വീണത്. അമ്മുമ്മയോട് പരാതി പറഞ്ഞ് ചിണുങ്ങുന്ന കുട്ടി. ജോസിമറിന് അന്ന് ആ പേര് ഇഷ്ടമായിരുന്നില്ല. എന്നാൽ ഇന്നലെ അറ്റ്ലാന്റയിൽ തിങ്ങി നിറഞ്ഞ ആയിരങ്ങളും അതിനപ്പുറത്തേക്ക് ലോകത്തെ കാൽപന്ത് ആരാധകരും ഒന്നാകെ ആ പേരാർത്തു വിളിച്ചപ്പോൾ വോസീഞ്ഞ സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞു. പിണക്കക്കുട്ടിയിൽ നിന്നും സോക്കറിന്റെ വിശ്വവേദിയിൽ ഗോൾവലയ്ക്ക് മുന്നിലെ നീരാളിയായി മാറാൻ അയാൾ എന്തുമാത്രം അധ്വാനിച്ചിട്ടുണ്ടാകും. ഈ പേരിന് പിന്നിൽ മറ്റൊരു കഥ കൂടിയുണ്ട്. വോസീഞ്ഞയുടെ പട്ടാളക്കാരനായ അച്ഛൻ ഒരു ഫുട്ബോൾ ആരാധകനായിരുന്നു. 1986 ലോകകപ്പിൽ ബ്രസീലിയൻ ടീമിൽ കളിച്ച ജോസിമർ ഹിഗീനോ പെരേരയുടെ ആരാധകൻ. ലോകകപ്പ് നടക്കുന്ന സമയത്ത് ജനിച്ച മകന് ആ അച്ഛൻ ജോസിമർ എന്ന് പേരിട്ടു. ഇന്ന് ആ കുട്ടിയിലൂടെ കേപ്പ് വെർദെ ലോകകപ്പ് ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. എണ്ണം പറഞ്ഞ 7 സേവുകളാണ് വോസീഞ്ഞ നടത്തിയത്. നിങ്ങൾ അടിച്ചോളൂ, ഞാൻ തടുത്തുകൊള്ളാമെന്ന മനോഭാവം. അതിർത്തിയിൽ അച്ഛനും വെള്ളവരയ്ക്കുള്ളിലെ പുൽമൈതാനത്ത് മകനും. ഇരുവരും വിയർപ്പൊഴുക്കി രാജ്യത്തെ കാത്തു. സ്പെയിനിന്റെ വമ്പന്മാർ ഓരോരുത്തരും ആവുന്നത്ര ശ്രമിച്ചിട്ടും ആ കൈകളിൽ ചോർച്ചയുണ്ടായില്ല. പ്രതിരോധക്കോട്ട പൊളിച്ചെത്തിയ പന്തുകളെ തന്റെ സാമ്രാജ്യത്തിലേക്ക് കടക്കാൻ അയാൾ അനുവദിച്ചില്ല. കന്നി മത്സരത്തിൽ കൂടുതൽ സേവുകൾ നടത്തുന്ന പ്രായമേറിയ ഗോളിയായി വോസീഞ്ഞ മാറി. മനോബലം കൊണ്ട് കാളക്കൂറ്റന്മാരുടെ കൊമ്പൊടിച്ചു. കളിയിലെ താരമായത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഈ ലോകകപ്പിലെ ഇതുവരെയുള്ള വിസ്മയം വോസീഞ്ഞയാണ്. കേപ്പ് വെർദെ എന്ന ഇത്തിരി കുഞ്ഞന്മാരുടെ കളി കാത്തിരുന്നു കാണാൻ ഒരു കാരണമായിരിക്കുന്നു. വിരമിക്കലിൻ്റെ പടിവാതിലിൽ നിന്നാണ് വോസീഞ്ഞ തിരിച്ചു വന്നത്. നന്ദി ഹോസിമർ, നിങ്ങളുടെ പോരാട്ട വീര്യം കാണാനായത് ഞങ്ങളുടെ ഭാഗ്യമാണ്. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.